കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമാണ് മൂന്നാർ. അതിൻ്റെ ഭാഗമായുള്ള ഇരവികുളം നാഷണൽ പാർക്കിലാണ് കെയർ4ൻ്റെ വിനോദയാത്രാ സംഘം ഇപ്പോൾ നിൽക്കുന്നത്. പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റ് വാങ്ങിയ ശേഷം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിലാണ് ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോവുക. അടുത്ത വാഹനത്തിൽ ഞങ്ങളുടെ ഊഴമാണ്. വാഹനത്തിൽ കയറാൻ വരിവരിയായി നടന്നു പോകുന്നവരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ യൂറോപ്യൻ സഞ്ചാരികളാണെന്ന് തോന്നുമെങ്കിലും ഇവർ അനശ്വരയും അരുണിമയും രേഷ്മയുമൊക്കെയാണ്. ഞങ്ങളെയും കയറ്റിയ വാഹനം തേയിലത്തോട്ടത്തിലൂടെ അതിവേഗം മുകളിലേക്ക് കുതിച്ചു. പ്രകൃതി ഭംഗിയുടെ മനോഹാരിത എന്നെ കാശ്മീർ യാത്രയിലെ അനുഭവം ഓർമ്മിപ്പിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടം, കോടമഞ്ഞും തണുത്ത കാറ്റും പ്രതിരോധിക്കുവാനായി എല്ലാവരും സജ്ജരായി കഴിഞ്ഞിരുന്നു. കോരിത്തരിപ്പിക്കുന്ന ദൃശ്യാനുഭവത്തിൻ്റെ അമ്പരപ്പ് എല്ലാവരുടെയും മുഖത്തു നിന്നും വായിച്ചെടുക്കാനാവും. സാഹസികമായ ഡ്രൈവിങ്ങിൽ പരിശീലനം സിദ്ധിച്ച ഡ്രൈവർമാരെയാണ് ഇവിടെ സന്ദർശകരുടെ സഹായത്തിന് നിയോഗിച്ചിട്ടുള്ളത്. വാഹനം ഓടിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ഡ്രൈവർ അലക്സാണ്ടർ ആംഗ്യഭാഷയിൽ അവ്യക്തമായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ തേയില പറിച്ചെടുക്കുന്ന തൊഴിലാളികളും അത് ചാക്കിലാക്കി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളുമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും നിർത്തിയിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചെറുപ്പക്കാരൻ ബസ്സിൻ്റെ മുൻ സീറ്റിലിരുന്നു കൊണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. കണ്ണൻ ദേവൻ കമ്പനിയുടെ തേയിലത്തോട്ടമാണ് ഈ മലനിരകൾ മുഴുവൻ. 10,000-കണക്കിന് തൊഴിലാളികളാണ് ഈ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ദേശീയ മൃഗമാണ് വരയാട്. പശ്ചിമഘട്ടത്തിൽ ആകെ ഇപ്പോൾ 2,500 വരയാടുകൾ മാത്രമാണ് ഉള്ളത് എന്നതാണ് ഔദ്യോഗിക കണക്ക്. നിരവധി സ്പീഷീസിലുള്ള സസ്യജാലങ്ങളാണ് ഈ മലനിരകളിൽ കാണപ്പെടുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇവിടുത്തെ പ്രത്യേകതയാണ്. മലമുകളിലെത്തിയ ഞങ്ങളുടെ സംഘാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ മനോഹാരിത ഞങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള തിരക്കിലാണ്. അതിനിടയിൽ സുന്ദരിയായൊരു വരയാടിനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ വരയാടിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. അവൾ ഞങ്ങളോടൊപ്പം സെൽഫി എടുക്കാനും സന്നദ്ധമായിരുന്നു. അടുത്തതായി എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കായി പ്രത്യേക സെഷനും ഫോട്ടോ എടുക്കാൻ തയ്യാറാക്കി. വളരെ ആഹ്ലാദത്തിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘാംഗങ്ങളും. യാത്രയുടെ അവസാനമായി എല്ലാവരും താഴോട്ടിറങ്ങുന്ന തിരക്കിലാണ് ഇപ്പോൾ. കേരളത്തിൽ